കേരളത്തിൽ ഇലക്ഷൻ തീയതി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ അധികം ആർക്കും അറിയാത്ത ചില ഇലക്ഷൻ രഹസ്യങ്ങൾ നമുക്ക് നോക്കാം. ഒരു സ്ഥാനാർത്ഥിക്ക് ഇലക്ഷൻ പ്രചാരണത്തിന് പരമാവധി ചെലവാക്കാൻ കഴിയുന്നത് 40 ലക്ഷം രൂപ മാത്രമാണ്. ഇതിൽ കൂടുതൽ ചെലവാക്കിയ ആ സ്ഥാനാർത്ഥി അയോഗ്യനാക്കപ്പെടാം. എന്നാൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് ചെലവാക്കാൻ നിലവിൽ കൃത്യമായ പരിധി ഇല്ല എന്നതാണ് വാസ്തവം. മറ്റൊന്ന്, ഇലക്ഷൻ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്ന രേഖകളില്ലാതെ 50,000 രൂപയിൽ കൂടുതൽ പണം നിങ്ങളുടെ കയ്യിലോ വാഹനത്തിലോ കരുതാൻ പാടില്ല. പിടിക്കപ്പെട്ട ഇലക്ഷൻ ഉദ്യോഗസ്ഥൻ അത് കണ്ടുകെട്ടും. മത്സരിക്കുന്ന സ്ഥാനാർത്ഥിക്ക് ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടെങ്കിൽ അവരത് പത്രങ്ങളിലും ടിവിയിലും 3 തവണ പരസ്യം നൽകി ജനങ്ങളെ അറിയിച്ചിരിക്കണം എന്നത് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. വോട്ട് കൊടുക്കുന്നതിന് മുൻപ് ഇത് ചെക്ക് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. വോട്ടിങ്ങിന് കൃത്യം 48 മണിക്കൂർ മുൻപ് എല്ലാ മൈക്ക് അനൗൺസ്മെന്റുകളും പരസ്യങ്ങളും നിർത്തണം. ഇതിനെയാണ് സൈലൻസ് പീരിയഡ് എന്ന് പറയുന്നത്. ആരെങ്കിലും വോട്ടിനായി പണമോ മദ്യമോ ഓഫർ ചെയ്താൽ അത് വാങ്ങുന്നതും കൊടുക്കുന്നതും ക്രിമിനൽ കുറ്റമാണ്. IPC സെക്ഷൻ 171B പ്രകാരം 1 വർഷം വരെ തടവോ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ലഭിച്ചേക്കാം. വെറുതെ കിട്ടുന്നല്ലേ എന്ന് കരുതി വാങ്ങിയ പണി പാളും. അപ്പോൾ ഏപ്രിൽ 9 പോളിംഗ് ബൂത്തിൽ കാണാം.